26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു. നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായിട്ടുള്ള 30 കോടി രൂപ ഒന്നാം സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയിരിക്കുന്നത്. 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി നൽകുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാം സമ്മാനമായി 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പേർക്കും ലഭിക്കും എന്നുള്ളതാണ് ടിക്കറ്റിൻ്റെ സവിശേഷത. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പേർക്കും, കൂടാതെ 5000 മുതൽ 500 വരെയുള്ള ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അച്ചടിച്ച പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രം അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് വാങ്ങേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ വഴി വിൽപ്പന ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ടിക്കറ്റുകൾ വിപണിയിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ തന്നെ ലഭ്യമായി തുടങ്ങും. ഇത്തവണയും റെക്കോർഡ് വിൽപ്പന തന്നെ നടക്കാനുള്ള സാധ്യതയാണ് നാം കാണുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉൾപ്പെടെ ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. ടിക്കറ്റ് വില അത് വർദ്ധിപ്പിച്ചിട്ടില്ല, 500 രൂപ തന്നെയാണ് എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും തിരുവോണം ബമ്പർ ആർക്കടിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെയും കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളിൽ അത് 25 കോടി രൂപയാണെങ്കിൽ ഇത്തവണ ഒന്നാം സമ്മാനം 30 കോടി രൂപയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.